പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, പേപ്പർ 204 തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്, ഇംഗ്ലീഷ് വിഷയത്തിന്റെ ഹോട്ട് ടോപ്പിക്സിലേക്കാണ് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ സെഷൻ കടന്നു പോകുന്നത്. നമുക്കറിയാം 4 സെമസ്റ്ററുകളിലും ഏറെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇംഗ്ലീഷ്. സെക്കൻഡ് സെമസ്റ്ററിൽ 4 യൂണിറ്റോട് കൂടിയിട്ടാണ് പേപ്പർ 204 തയ്യാറാക്കിയിട്ടുള്ളത്. ആദ്യമേ ഉദ്യോഗാർത്ഥികളോട് പറയുകയാണ്, യൂണിറ്റ് വൈസ് ഓർഡറിലായിരിക്കും ഹോട്ട് ടോപ്പിക്സ് പറയുന്നത്. ഒരു യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹെഡിങ്സ് മാത്രം സ്ട്രൈക്ക് ചെയ്തിട്ടായിരിക്കും ഹോട്ട് ടോപ്പിക്സ് കടന്നു പോകുന്നത്. ഇത് കേൾക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ അടുത്ത് സ്റ്റുഡന്റ് ടെക്സ്റ്റ് പേപ്പർ 204 ഉണ്ട് എന്ന ധാരണ പ്രകാരമാണ് നമ്മൾ ഓരോ ക്ലാസ്സും കടന്നു പോകുന്നത്. ഓക്കെ, ഒന്നാമത്തെ യൂണിറ്റ് മൾട്ടിലിംഗ്വിസം ആൻഡ് ലാംഗ്വേജ് ലേണിംഗ്. മൾട്ടിലിംഗ്വിസം ആൻഡ് ലാംഗ്വേജ് ലേണിംഗ്. ഈ ഒരു യൂണിറ്റിൽ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് മൾട്ടിലിംഗ്വിസം? എന്താണ് മൾട്ടിലിംഗ്വിസം? ഒരുപാട് തവണ ഓൺവേർഡ് ആയിട്ടും 3 മാർക്കിനൊക്കെ ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ്, എന്താണ് മൾട്ടിലിംഗ്വിസം? അതിന്റെ അഡ്വാൻറ്റേജസ് കാര്യങ്ങൾ ഇവിടെ ആയിട്ടും അടുത്ത പേജിലായിട്ടും പറയുന്നുണ്ട്. മൾട്ടിലിംഗ്വിസം എന്ത്, അതിന്റെ അഡ്വാൻറ്റേജ് എന്ത്? ഓക്കെ, ഇതാണ് ആദ്യമായിട്ട് സ്ട്രൈക്ക് ചെയ്യേണ്ടത്. അതേപോലെ ടീച്ചിങ് ഇംഗ്ലീഷ് ഇൻ എ മൾട്ടിലിംഗ്വൽ ക്ലാസ് റൂം. ഒരുപാട് തവണ 3 മാർക്കിനും 5 മാർക്കിനും PSC പരീക്ഷകളിൽ വിവിധ ജില്ലകളിൽ ഒരുപാട് തവണ ഈ ഒരു വർഷം തന്നെ വിവിധ ജില്ലകളിൽ ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ടീച്ചിങ് ഇംഗ്ലീഷ് ഇൻ എ മൾട്ടിലിംഗ്വൽ ക്ലാസ് റൂം. മുൻ വർഷങ്ങളിലെ പൊതുപരീക്ഷകളിലൊക്കെ ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അത്രക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ആ രീതിക്ക് തന്നെ ഇതിനെ കാണാം. ഈ ഒരു ടോപ്പിക് അത്യാവശ്യം പഠിക്കുക. അതേപോലെ ബോണ്ട് വിത്ത് യുവർ സ്റ്റുഡൻസ്, ക്രിയേറ്റ് എ സേഫ് ജേർണി, ഇത്തരത്തിലുള്ള പോയിന്റ്സുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന പോയിന്റുകൾ കൂട്ടിച്ചേർക്കുക. അത്യാവശ്യം 3 മാർക്കിനും 5 മാർക്കിനും ഒക്കെ ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. ഓക്കെ, അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണ് കോഡ് സ്വിച്ചിങ്. ഇതാണ് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ള മറ്റൊരു ഭാഗം, കോഡ് സ്വിച്ചിങ്. കാണുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗമാണ്. എന്താണ് കോഡ് സ്വിച്ചിങ്? ഒരു ഉദാഹരണം കൊടുക്കുക. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ മുൻ വർഷങ്ങളിലും പൊതുപരീക്ഷകളിലും കണ്ടിട്ടുണ്ട്. ഈ ചോദ്യം നിരന്തരം കാണാറുണ്ട്. ഈ ഒരു ഭാഗത്ത് നിരന്തരം കാണാറുണ്ട്. ഈ ഭാഗത്ത് എന്താണ് കോഡ് സ്വിച്ചിങ് എന്നത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പേജ് നമ്പർ 57 വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് കോഡ് സ്വിച്ചിങ് എന്നത്. അപ്പൊ ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ പറഞ്ഞ പോലെ എന്താണ് കോഡ് സ്വിച്ചിങ്, മൾട്ടിലിംഗ്വലിസം എന്ത്, മൾട്ടിലിംഗ്വലിസം ക്ലാസ് റൂമിൽ പ്രസക്തി, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഈ കാര്യങ്ങൾ മാത്രമാണ് ഒന്നാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അതേപോലെ ബെനിഫിറ്റ്സ് ഓഫ് എ ബീങ് മൾട്ടിലിംഗ്വൽ. ഈ ഒരു ഹെഡിങ്സ്, സ്കിൽ ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ജോബ് ഫ്ലെക്സിബിലിറ്റി, ബെറ്റർ പേ, ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതേപോലെ ഇനി രണ്ടാമത്തെ യൂണിറ്റിലോട്ട് കിടക്കുകയാണ്. രണ്ടാമത്തെ യൂണിറ്റിൽ ഒരുപാട് തവണ 3 മാർക്കിന്, അതായത് അപ്രോച്ച് എന്ത്, മെത്തേഡ് എന്ത്, ടെക്നിക്ക് എന്ത് എന്നുള്ള കാര്യങ്ങൾ മുൻ വർഷങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ഒരു ചോദ്യങ്ങൾ ജസ്റ്റ് എന്താണ് എന്നുള്ളത് മാത്രം ഒന്ന് വേണമെങ്കിൽ നോക്കി വെക്കാവുന്നതാണ്. ഓക്കെ, അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണ് ക്രാഷൻസ് തിയറി ഓൺ സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ. മുൻ വർഷങ്ങളിൽ ഈ ചോദ്യങ്ങൾ പൊതുപരീക്ഷകളിൽ അത്രത്തോളം കണ്ടിട്ടില്ലെങ്കിൽ പോലും, 1 2 തവണയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അത്രത്തോളം കണ്ടിട്ടില്ലെങ്കിൽ പോലും സമീപ വർഷങ്ങളിലെ വിവിധ ജില്ലകളുടെ ESA പരീക്ഷകളിൽ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന അത്രക്കും ഹോട്ട് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ക്രാഷൻസ് തിയറി ഓഫ് സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ. കഴിഞ്ഞ ദിവസം നടന്ന വയനാട് ജില്ലയുടെ ഇംഗ്ലീഷ് ESA ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ചോദ്യമായിരുന്നു 5 മാർക്കിന് ചോദിച്ചിരുന്നത്. SA വിഭാഗത്തിൽ ചോദിക്കുന്ന 2 ചോദ്യത്തിൽ ഒരു ചോദ്യം ഈ ഒരു ചോദ്യമായിരുന്നു. അതുകൊണ്ട് അത്രയും ഇമ്പോർട്ടൻസോട് കൂടിയ ഒരു ടോപ്പിക്കിനെ കാണാം. അത്രയും ഇമ്പോർട്ടൻസോട് കൂടിയ ഒരു ടോപ്പിക്സിനെ കാണാം, ക്രാഷൻസ് തിയറി ഓൺ സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ. ഓക്കെ, അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് പേജ് നമ്പർ 70 മെത്തേഡ്, അതായത് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്, GTM. എന്താണ് GTM ചോദിക്കാറുണ്ട്, അതിന്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിക്കാറുണ്ട്, വൺവേർഡുകളായിട്ട് ചോദിക്കാറുണ്ട്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക മാത്രം. ഓക്കെ, അതേപോലെ മറ്റൊരു വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫങ്ഷൻസ് ഓഫ് ഗുഡ് കോഴ്സ് ബുക്ക്. ഒരു കോഴ്സ് ബുക്കിന്റെ ഫങ്ഷൻസ് എന്താണെന്നത്, എ ഗുഡ് കോഴ്സ് ബുക്ക്. അതേപോലെ an efficient course book should fulfill with the following pedagogical functions: educational, informational, motivational, practical. ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. മറ്റൊരു ഹോട്ട് ടോപ്പിക്സ് ആണ് എവാലുവേഷൻ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് എ ഗുഡ് കോഴ്സ് ബുക്ക്. നിരന്തരം പൊതുപരീക്ഷകളിലും ESA പരീക്ഷകളിലും ആവർത്തിച്ച ചോദ്യമാണ്. ഏതെങ്കിലും ഒരു ഇവാലുവേഷൻ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് എ ഗുഡ് കോഴ്സ് ബുക്ക് ഏതെങ്കിലും 1 2 ചോദ്യ പേപ്പറുകളിലല്ല, ഒരുപാട് ജില്ലകളുടെ ESA ചോദ്യ പേപ്പറിൽ നിരന്തരം കണ്ടുവരുന്ന ഒരു ചോദ്യമാണ്. മലപ്പുറം ജില്ലയുടെ തന്നെ മുൻ വർഷങ്ങളിലെ ESA പരീക്ഷയിൽ ഈ ചോദ്യം ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത്രത്തോളം ഇമ്പോർട്ടൻസോട് കൂടി തന്നെ ഈ ഒരു ഭാഗത്തെ നിങ്ങൾ പരിഗണിക്കുക. ഓക്കെ, അതേപോലെ മറ്റൊരു ഭാഗമാണ് കോമ്പോണൻസ് ഓഫ് പെഡഗോഗിക് അനാലിസിസ് എന്ന് പറയുന്നത്. കോമ്പോണൻസ് ഓഫ് പെഡഗോഗിക് അനാലിസിസ്, അതേപോലെ കൺസെപ്റ്റ് മാപ്പിന്റെ കോമ്പോണൻസ്. ഈ 2 ഭാഗങ്ങൾ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. പെഡഗോഗിക് അനാലിസിന്റെ കോമ്പോണൻസ്, കൺസെപ്റ്റ് മാപ്പിന്റെ കോമ്പോണൻസ് ഇവിടെ പറയുന്നുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. കൺസെപ്റ്റ് മാപ്പിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. സബ്തീംസ്, സ്ട്രക്ചേഴ്സ്,
വെക്കാബുലറി, ഇൻപുട്ട് ഡിസ്കോഴ്സ്, ഔട്ട്പുട്ട് ഡിസ്കോഴ്സ്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ പെഡഗോഗിക് അനാലിസിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കോമ്പൗണ്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഈ ഒരു കാര്യം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് 3 വരെ ഇംഗ്ലീഷ് പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. ഇനി യൂണിറ്റ് 4ലേക്ക് കടന്നാൽ പേജ് നമ്പർ 85 റിഫ്ലക്ഷൻ നോട്ട് എന്താണെന്നുള്ളത്. ഇതൊക്കെ നിങ്ങൾ ഒന്നാമത് ടീച്ചിങ് പ്രാക്ടീസിലോട്ട് കടക്കാത്തത് കൊണ്ടാണ് കൂടുതലൊന്നും ഇതിൽ പരിചയപ്പെടാത്തത്. പ്രതികരണ കുറിപ്പ്, പ്രതിഫലാത്മക കുറിപ്പ് എന്നൊക്കെ പറയും. റിഫ്ലക്ഷൻ നോട്ട് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്താനുള്ള ഒരു ഭാഗത്തെയാണ്. അപ്പൊ എന്താണ് റിഫ്ലക്ഷൻ നോട്ട് എന്നുള്ള ഒരു മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ഈ ഒരു ഭാഗത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ മാത്രം, ഒരു മാർക്കിനൊക്കെ മാത്രമേ ആ ഭാഗം കാണാറുള്ളൂ. അതേപോലെ ഇൻഡിക്കേറ്റേഴ്സ് ഫോർ ടീച്ചിങ് മാനുവൽ, ബെനിഫിറ്റ്സ് ഓഫ് ലെസൺ പ്ലാനിങ്, ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. മേ ബി ചോദിക്കാം, അത്രത്തോളം ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, അതേപോലെ പേജ് നമ്പർ 87 ക്ലാസ് റൂം സ്ട്രാറ്റജീസ്, ടീച്ചിങ് പ്രോസ്, ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ക്ലാസ് റൂം സ്ട്രാറ്റജീസ്, ടീച്ചിങ് പ്രോസ്, പ്രസന്റിംഗ് പ്രോസ് എന്നുള്ളതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. കഴിഞ്ഞ വർഷം 1-2 ജില്ലകളിൽ എസ് എ വിഭാഗത്തിൽ ചോദിച്ചൊരു ചോദ്യമായിരുന്നു ഈ ഒരു ചോദ്യം എന്നറിയപ്പെടുന്നത്. അതേപോലെ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതേപോലെ പേജ് നമ്പർ 89 സെലക്ഷൻ ഓഫ് ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ്, ഒരു മെറ്റീരിയൽ, ഒരു ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ് ടീച്ചിങ് തിരഞ്ഞെടുക്കുമ്പോൾ അതിന് പരിഗണിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. ഈ ഒരു ഭാഗം ഒരുപാട് തവണ ആവർത്തിച്ച മറ്റൊരു ടോപ്പിക്കാണ്. ഈ ഒരു ഭാഗം മാർക്ക് ചെയ്ത് വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും അവസാനത്തെ പാഠഭാഗത്ത് പറയാനുള്ളത്. ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വളരെ കുറച്ച് ടോപ്പിക്കുകൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി നിങ്ങൾ അവസാനം കണ്ട പോലെ ഇത് ഈ ഒരു കഴിഞ്ഞ ദിവസം വയനാട് ജില്ലയിൽ നടന്നിട്ടുള്ള ESE ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം, എസ് എ വിഭാഗത്തിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് എക്സ്പ്ലെയിൻ 5 ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് കോഴ്സ് ബുക്ക്. ഒരു കോഴ്സ് ബുക്കിന്റെ 5 ഫീച്ചേഴ്സുകൾ എഴുതാം. അത് 5 കാര്യങ്ങൾ എഴുതാൻ മാത്രം മതി, 5 മാർക്ക്. അതേപോലെ ഡിസ്കസ് സ്റ്റീഫൻ ക്രാഷൻ സ്റ്റേറ്റ്സ് ഓഫ് സെക്കൻഡ് ലാംഗ്വേജ് അക്വിഷൻ. ഈ ഒരു ചോദ്യമാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമായിട്ട് മാറിയിട്ടുണ്ട്, ക്രാഷൻസ് തിയറി. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഇത്രയും ടോപ്പിക്സുകൾ കടന്നു പോയാൽ തന്നെ അത്യാവശ്യം മാർക്കുകളൊക്കെ ലഭിക്കും. കാണുന്ന അത്ര സുഖമല്ല, അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളെങ്കിലും മിനിമം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, മറ്റു വിഷയങ്ങളുടെ ടോപ്പിക്സുകൾ ഇതിന് പിന്നാലെ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.